ശ്രീ ഡോക്ടർ സുജിത് വിജയപിള്ള, നിങ്ങൾക്ക് 7 മിനിറ്റ്. സർ, ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളുന്ന എന്നാൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന നൂതനമായ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന മികച്ച ഒരു ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചത്. സർ, 1957 EMS സർക്കാർ തുടക്കം കുറിച്ച അതേ ഇടതുപക്ഷ നയങ്ങളും എന്നാൽ അതിൻ്റെ ആധുനികമായ തുടർച്ചയുമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. സർ, 57 സർക്കാർ കുടിയെടുപ്പുകാരെ കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള നിയമം തൊട്ട് പൊതുജനങ്ങളെ സേവിക്കുന്ന രീതിയിലുള്ള പൊതുജന ആരോഗ്യ രംഗവും അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗവും ഒക്കെ ശാക്തീകരിക്കുന്നത് തുടക്കം കുറിച്ചു. പിന്നീട് മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാം തന്നെ ആ നയങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ക്ഷേമ പെൻഷനുകൾ ആരംഭിക്കുക മാത്രമല്ല, അത് ഘട്ടഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഇടതുപക്ഷ സർക്കാരാണെന്നുള്ളത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം 4 മിഷനിലൂടെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തി. ആർദ്രം, ലൈഫ്, ഹരിത മിഷൻ, വിദ്യാകിരണം തുടങ്ങിയുള്ള മിഷനുകൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരുകളാണ് സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും അതുപോലെ ജനകീയ ആസൂത്രണത്തിനുമൊക്കെ മുൻകൈ എടുത്തത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇന്നിപ്പോൾ നമുക്ക് ക്ഷേമവും അതുപോലെ തന്നെ വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് 50 വയസ്സിന് മുകളിലുള്ള കന്യാസ്ത്രീകൾക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. വീട്ടുജോലി എടുത്തുകൊണ്ടിരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്യാൻസർ രോഗികളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു. തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, സമൂഹത്തിൽ അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഗിഗ് തൊഴിലാളികളെ വരെ പരിഗണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധിയും അതുപോലെ അവർക്കൊരു ഗിഗ് ഹബ്ബ് എന്നുള്ള രീതിയിലൊക്കെ കൺസെപ്റ്റുകൾ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ നടത്തുന്ന ഈ പ്രവർത്തികളെല്ലാം തന്നെ നാളെ രാജ്യം ഉറ്റുനോക്കുകയും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ അതെല്ലാം തന്നെ പകർത്തുകയും ചെയ്യുന്നതാണ് നാം കണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇതുവരെ ഈ 4.5 വർഷം കൊണ്ട് 50,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനുകൾക്കായി ചെലവഴിച്ചത്. അത് ഈ ഇയറുണ്ടാവുമ്പോഴത്തേക്ക് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴത്തേക്ക് 54,000 കോടി രൂപ ക്ഷേമ പെൻഷനുകൾക്കായി നീക്കിവെച്ച ഒരു സർക്കാരാണ് നമുക്ക് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് അതുപോലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർക്ക് തുടങ്ങി അംഗനവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ എല്ലാവർക്കും തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന നിലപാടെടുത്തു. സ്കൂൾ കുട്ടികൾക്ക്, ഓട്ടോ ഡ്രൈവേഴ്സ്, കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം തുടങ്ങി നിരവധി ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു നിലപാടെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ മേഖലയിലും വിപ്ലവകരമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. മെഡിസപ്പ് വഴി ഇതിനോടകം തന്നെ 32 ലക്ഷം പേർക്കാണ് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി നമുക്ക് 42 ലക്ഷം കുടുംബങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.25 കോടി 1.5 കോടി അടുത്ത് വരും. അത്രയും പേർക്ക് നിലവിൽ ഇപ്പോൾ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് ഉണ്ട്. ഇതിൽ പെടാത്തവരെ, ഈ കാസ്പിൽ പെടാത്തവരെ കൂടി ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് തുക മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് വരുന്ന ഒരു സംസ്ഥാനമായി ഈ നമ്മുടെ കൊച്ചു കേരളം മാറാനുള്ള സാധ്യത വിദൂരമല്ല. ഇവിടെ നമ്മുടെ ചവറയിൽ കരിമണലിൻ്റെ നാടാണ്. കരിമണലിൻ്റെ വ്യവസായം തുടങ്ങിയിട്ട് ഏതാണ്ട് 100 വർഷമാകുന്നു. പക്ഷേ നമുക്ക് എന്തായിരുന്നു ഇതുവരെയുള്ള പ്രതിസന്ധി? അവിടെ മോണസൈറ്റ്, ഇൽമിനേറ്റ്, സിർക്കോൺ, സിലിമിനേറ്റ് തുടങ്ങിയ ധാതുക്കൾ ഉണ്ടെങ്കിലും അത് വേർതിരിക്കുന്നില്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതാണ് നമ്മുടെ പ്രതിസന്ധി. അപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ അതിന് നല്ലൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ഇവിടെ നമുക്ക് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് KMML ചേർന്ന് സ്ഥാപിക്കുന്ന ഒരു വലിയ ഹബ്ബ്. ആ ഹബ്ബ് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പെർമനൻറ്റ് മാഗ്നറ്റ് ഹബ്ബായി വളരുകയാണ്. ഇവിടെ ഏതാണ്ട് 42,000 പേർക്കാണ് 50,000 പേർക്ക് തൊഴിലവസരം ലഭിക്കുന്ന രീതി 42,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളാണ് മുന്നോട്ട് വെക്കുന്നത്. KMML കെൽട്രോണും NFTDCയും ചേർന്നുകൊണ്ട് ഒരു റെയർ എർത്ത് ക്രിട്ടിക്കൽ മിഷൻ രൂപീകരിക്കുകയാണ്. ഇതിനുവേണ്ടി 100 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും വ്യവസായ മന്ത്രിയോടും സൂചിപ്പിക്കാനുള്ളത്, KMML ചുറ്റുമുള്ള മലിനീകരിക്കപ്പെട്ട പ്രദേശങ്ങൾ അതേതാണ്ട് 3 ദശാബ്ദക്കാലമായിട്ടുള്ള ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. അത് ഏറ്റെടുക്കണം. അപ്പം അത് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. നിലവിൽ തന്നെ KMML
അവിടെ ഒരു സ്പെഷ്യൽ തലസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു ടീമുണ്ട്. അവർ അല്ലെങ്കിൽ ഒരു പ്രത്യേകം പർച്ചേസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് നടപടികൾ പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കേണ്ടതാണ്. ഇന്നലെ KMMLയോട് ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ് അവരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. നിരവധി 15 വർഷമായിട്ടുള്ള ആവശ്യമായിരുന്നു ഭൂമി നൽകിയിട്ടുള്ള തൊഴിലാളികൾ. അവരെ ലാപാത്ത് സൊസൈറ്റിയുടെ കീഴിലായിരുന്നു കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവരെ ഡയറക്റ്റ് കോൺട്രാക്ട് വർക്കേഴ്സാക്കി മാറ്റി. ഇപ്പോൾ അവരെ കാഷ്വൽ വർക്കേഴ്സായി ഏതാണ്ട് 726 ലാപാത്ത് തൊഴിലാളികളിൽ ഇപ്പം 650ഓളം പേരേ ഉള്ളൂ. അവരെ കാഷ്വൽ വർക്കേഴ്സായി എടുക്കുവാൻ ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലാപാത്ത് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന 45 തൊഴിലാളികളെ സ്പോഞ്ച് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നവരെ DCW ആക്കാനും തീരുമാനമുണ്ടായി. ഈ നിലപാടുകളെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ്, ധനമന്ത്രി ശ്രീ ബാലഗോപാൽ സാവിന് മുക്തഖണ്ഡമായി തന്നെ നാടിൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ മുഖ്യമായിട്ട് വച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടെ നമ്മുടെ ചവറ മണ്ഡലത്തിലെ കൊല്ലം കോർപ്പറേഷൻ ഡിവിഷനിൽ കന്നിമേൽശ്ശേരിയിൽ ആരംഭിക്കുന്ന ഓഷനേറിയത്തിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും 10 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിനായിട്ട് വകയിരുത്തിയിരിക്കുന്നു. 300 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. ഇവിടെ PPP മോഡലിലാണ്. ഇവിടെ നമ്മുടെ മെറൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തോടൊപ്പം വലിയ ടൂറിസം സാധ്യതയാണ്. കേരളത്തിലെ ആദ്യത്തെ ഒരു ഓഷനേറിയമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് കേസുമായി ബന്ധപ്പെട്ട് 10 വർഷത്തോളം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേസെല്ലാം മാറിയ സ്ഥിതിക്ക് അവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നുണ്ട്. ഇതിനായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ആഗോള ടെൻഡർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചുകൊണ്ട് ഒരു ടെൻഡർ വന്നിട്ടുണ്ട്. അത് ക്യാബിനറ്റ് പാസ്സാകുന്ന മുറയ്ക്ക് അവിടെ PPP മോഡലിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കപ്പൽ നിർമ്മാണം, അത് ചെറു ക്രൂസ് ഷിപ്പുകളുടെ കപ്പൽ നിർമ്മാണ മെയിൻ്റനൻസ് ശാലയടക്കം ടൂറിസത്തിനും അതുപോലെ വിവിധതരം മാരിടൈം കോഴ്സുകൾക്കും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള വലിയ പദ്ധതിയാണ്. അതിന് നിലപാടെടുത്ത ഈ ഗവൺമെൻറ്റിനെ സർവാത്മന നന്ദി അറിയിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ നിരവധി ഫണ്ടുകളാണ് ഇത്തരണത്തിൽ ചവറയിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും നൽകിയിട്ട് മത്സ്യഫെഡ് വഴി ബോട്ട് ബിൽഡിംഗ് യാർഡും നെറ്റ് ഫാക്ടറികളും ആരോഗ്യ മേഖലയ്ക്കും അതുപോലെ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയ്ക്കും എല്ലാം നൽകിയ പൂർണ്ണ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് സർവാത്മനെ ഞാൻ പിന്തുണയ്ക്കുന്നു.